ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ മെയ് 10 എനിക്ക് 79 വയസ്സ് തികഞ്ഞു. അടുത്ത മെയ് 10 ആവുമ്പോൾ 80ാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ്. 80ാമത്തെ വയസ്സിലേക്ക് കടക്കുന്നത് പലപ്പോഴും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭമായിട്ടാണ് പലരും കാണുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും എനിക്ക് വഴികാട്ടിയായി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന പലരിൽ ഒരാളാണ്. 84 മുതൽ 96 വരെയും 2009 മുതൽ 2019 വരെയും പാർലമെൻറ്റ് അംഗമായും കേന്ദ്രമന്ത്രിയായും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പോലെയുള്ള പ്രധാനപ്പെട്ട പാർലമെൻ്ററി കമ്മിറ്റികളുടെ അംഗമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കുമ്പളങ്ങിയിലെ 7ാം ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ആരംഭിച്ച് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 15 വർഷക്കാലം നീണ്ടുവന്ന പ്രസിഡൻ്റായി, പിന്നീട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററായി, INTUCയുടെ സ്റ്റീഫൻ സാറിന് കീഴിൽ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി, അതിനുശേഷം വർക്കിംഗ് പ്രസിഡൻ്റായപ്പോൾ VP വരക്കാർ പ്രസിഡൻ്റായ സന്ദർഭത്തിലാണ്. 73 രാജ്യങ്ങൾ എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞു. എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട രാഷ്ട്രീയ ഗുരു എന്ന് പറയാവുന്ന K. കരുണാകരൻ, എന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന INTUC പ്രസ്ഥാനത്തിലൂടെ വളർത്തിയെടുത്ത CM സ്റ്റീഫൻ സാർ, രാഷ്ട്രീയത്തിൽ എറണാകുളം ജില്ലയിൽ എനിക്ക് താങ്ങും തണലുമായിരുന്ന TH മുസ്തഫ, ദേശീയ തലത്തിൽ രാജീവ് ഗാന്ധി, എന്നോട് ഏറ്റവും സ്നേഹം കാണിച്ച സോണിയാഗാന്ധി എന്നിങ്ങനെ വലിയൊരു രാഷ്ട്രീയ നിരയുണ്ട്. കഴിഞ്ഞ 4 വർഷങ്ങളായി എനിക്ക് ഒരു താങ്ങും തണലുമായി മാറിയിട്ടുള്ളത് കേരളത്തിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഞാനങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയോ ഒരു ദൈവത്തിൻ്റെ വഴി എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ കുമ്പളങ്ങി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചത്. എൻ്റെ അപ്പൻ കുറുപ്പശ്ശേരി വർക്കി, ദേവസി വർക്കി, ഒരു സാധാരണക്കാരനായ ഒരിടത്തരം കച്ചവടക്കാരനായിരുന്നു. കയറ് കച്ചവടം, കൊപ്ര കച്ചവടം, ഞങ്ങൾ പറയുന്ന പീടിക കച്ചവടം, നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കുന്ന കട, കുറച്ച് ഭൂമി, ഇതെല്ലാമുള്ള ഒരു ഇടത്തരം കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മ നല്ല ഒരു സ്ത്രീയായിരുന്നു. മാതാവിൻ്റെ നല്ലൊരു ഭക്തയായിരുന്നു റോസ. അപ്പനും അമ്മയും ജീവിതം ഞാൻ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ മാതൃകയായി കണ്ടത് എൻ്റെ അപ്പനും അമ്മയെയുമാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ജോസഫ് കുറുപ്പശ്ശേരി ജനിച്ചതിന് ശേഷം ഞാൻ 8ാമത്തെ ആളായിട്ടാണ് ജനിക്കുന്നത്. അതിനുള്ളിൽ 7 അബോർഷനുകളുണ്ടായി. അപ്പം അമ്മ ധാരാളം പ്രാർത്ഥിച്ചു. അതിനുശേഷം അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, അമ്മയുടെ കലൂരുള്ള അനുജത്തി വിറോണി, അമ്മ ഗർഭിണിയായപ്പോൾ, എന്നെ ഗർഭം ധരിച്ചപ്പോൾ അവിടെയുള്ള കലൂരുള്ള സിദ്ധവൈദ്യാശ്രമത്തിൽ അമ്മയെ കൊണ്ടുപോവുകയും അന്നത്തെ അവിടെയുള്ള സിദ്ധവൈദ്യരെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ വൈദ്യരാ പറഞ്ഞത് ചില ശാപങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്, അത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന വേറൊരു കാര്യം. അന്ന് അദ്ദേഹം പറഞ്ഞത്, കുമ്പളങ്ങിയിൽ ഞങ്ങൾ താമസിക്കുന്ന വീട്, അവിടെ സർപ്പദോഷമുണ്ട്. അത് പണ്ട് ഒരു നമ്പൂതിരി ഇല്ലമായിരുന്നു. ആ ഇല്ലത്തുള്ള നമ്പൂതിരിമാരെ ഓടിച്ചതിന് ശേഷം അവിടെ അവരെ സഹായിക്കാൻ വന്ന ക്രൈസ്തവർ അത് ഏറ്റെടുത്തു. അങ്ങനെയുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അവിടെയാണ് അമ്മ വിവാഹം ചെയ്ത് വരുന്നത്. അങ്ങനെയുള്ള ഒരു പാമ്പിൻ്റെ ദോഷം ഉള്ളതുകൊണ്ടാണ് ഈ അബോർഷൻ ഉണ്ടായതെന്നും, ഞാൻ 8ാമത്തെ കുഞ്ഞായി ഗർഭം ധരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ക്രൈസ്തവ ആചാരപ്രകാരമുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്നും ഈ സിദ്ധവൈദ്യൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ കലൂരിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ വന്ന് വെഞ്ചരിച്ചു. പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഇടപ്പള്ളി പള്ളിയിൽ എല്ലാവരും ഈ സർപ്പശാപത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഇടപ്പള്ളി പള്ളിയിലാണ് പ്രാർത്ഥിക്കുന്നത്, പ്രത്യേക ക്രൈസ്തവർ.
അവിടെ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ ജനിക്കുന്നത്. ഇതാണ് അമ്മ എന്നോട് പറഞ്ഞത്. പിന്നീടുള്ള എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കുടുംബക്കാരെന്നറിഞ്ഞത് തന്നെയാണ്. എൻ്റെ ജനനം വലിയ ആഘോഷമായിട്ടാണ് അപ്പൻ അത് നടത്തിയത്. അപ്പൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു, നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, വളരെ പാവപ്പെട്ട ആളുകൾക്ക് അല്പം പൈസയും കൊടുത്തു. അങ്ങനെ എന്നെ വളർത്തി മുന്നോട്ട് കൊണ്ടുവന്ന സന്ദർഭത്തിലാണ് എൻ്റെ അനിയൻ പീറ്റർ, പിന്നീട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായ പീറ്റർ ജനിക്കുന്നത്. ഞാനും പീറ്ററും തമ്മിൽ ഏതാണ്ട് 1.5-2 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന് പിന്നാലെ എലിസബത്ത് എന്ന് ഞങ്ങൾ പേരിട്ട കുഞ്ഞമ്മ ജനിക്കുന്നു. ആ കുഞ്ഞമ്മ 5 വയസ്സായപ്പോൾ അന്നത്തെ കാലത്തെ എപ്പിലെപ്സി വന്ന് മരിക്കാനുണ്ടായത്. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ എന്നേക്കാൾ 14 വയസ്സ് കൂടുതലുള്ളതാണ് ജോസഫ് കുറുപ്പശ്ശേരി. അദ്ദേഹം ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഈ 14 വയസ്സിൻ്റെ ഒരു വ്യത്യാസമുള്ളതുകൊണ്ട് അപ്പനും അമ്മയ്ക്കും എന്നോടും പീറ്ററിനോടുമായിരുന്നു കൂടുതലെടുപ്പം. കാരണം മറ്റേ കുറച്ച് പ്രായമായി. പ്രത്യേകിച്ച് എന്നോട് അമ്മയ്ക്ക് പ്രത്യേക ഒരു സ്നേഹം അമ്മ കാണിച്ചിരുന്നു. അതിന് കാരണം എനിക്ക് ചെറുപ്പത്തിലെ പനി വരുമായിരുന്നു. അന്ന് ഞങ്ങളുടെ കുമ്പളങ്ങി ഡിസ്പെൻസറിയിലെ ഡോക്ടറെയാണ് അപ്പൻ കൊണ്ടുവന്ന് എന്നെ കാണിക്കുന്നത്. എൻ്റെ അനിയനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ആരോഗ്യമുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ സ്കൂളിൽ ചേർക്കേണ്ട സന്ദർഭമായപ്പോൾ അപ്പം പറഞ്ഞു, ഇവനെ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് ഇവനിവിടെ നിൽക്കട്ടെ, അനിയൻ പീറ്റർ പോകട്ടെ, അവന് നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, അത് ശരിയല്ല, അവനും പഠിക്കാൻ പോകട്ടെ, അവനെ മാതാവ് കാത്തുകൊള്ളും. അങ്ങനെയാണ് എന്നെയും പീറ്ററേയും കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൽ ചേർക്കുന്നത്. സ്കൂളിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അമ്മ പറഞ്ഞു, നീ സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ കയറി വ്യാകുല മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. എന്നാൽ പള്ളിയുടെ അൾത്താരയിൽ വ്യാകുല മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. കുരിശിൽ മരിച്ച യേശുവിനെ മടിയിൽ വെച്ച് കൊണ്ടിരിക്കുന്ന അമ്മ മാതാവ്, അതാണ് വ്യാകുല മാതാവ് എന്ന് പറയുന്നത്. പ്രസിദ്ധമായ ഒരു രൂപമാണിത്. അതിനു മുമ്പിൽ നീ പ്രാർത്ഥിക്കണം, മാതാവ് നിന്നെ സംരക്ഷിക്കും. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അപ്പനോടൊപ്പം അഡ്മിഷന് വേണ്ടി സെൻറ്റ് പീറ്റേഴ്സ് പ്രൈമറി സ്കൂളിലേക്ക്, അന്ന് പ്രൈമറി സ്കൂൾ ഹൈസ്കൂളൊക്കെ ഒന്ന് തന്നെയാണ്. ഹെഡ് മാസ്റ്റർ പറമ്പിത്തറ മാഷാണ്. കേരള നിയമസഭ, ആദ്യം കൊച്ചി നിയമസഭയിൽ അംഗമായി, പിന്നീട് കേരള നിയമസഭയിൽ അംഗമായി, നിയമസഭാ സ്പീക്കറായി. അദ്ദേഹം ഞങ്ങളുടെ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. മറ്റ് പ്രഗത്ഭരായ അധ്യാപകർ KT റോക്കി, ഡാനിയൽ ചാരവർമ്മ പിതാവിൻ്റെ ഫാദർ, അതുപോലെ തന്നെ ജോൺ തൈക്കൂട്ടത്തിൽ, കൊച്ചി രൂപതയുടെ ആദ്യ തദ്ദേശമെത്രാൻ എഴുതെടുത്ത് പിതാവിൻ്റെ സഹോദരി അന്ന ടീച്ചർ, ഇങ്ങനെ ധാരാളം പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു. അത്രയും പ്രാഗൽഭ്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അന്ന് തീരപ്രദേശത്ത് അധികമില്ല. കുമ്പളങ്ങിൽ നിന്ന് മാത്രമല്ല, എഴുപുന്ന, കണ്ണമാലി, ചെല്ലാനം, പെരുമാനൂർ, എടക്കൊച്ചി, അരൂർ എന്ന സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുമായിരുന്നു. ഒരു കാലത്ത് ഇത് റെസിഡൻഷ്യൽ സ്കൂളാണെന്ന് ഞാൻ കേട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് അപ്പൻ്റെ കൈയും പിടിച്ച് ഞാൻ ചെല്ലുന്നത്. 1-ാം ക്ലാസ്സിൽ ഞങ്ങളെ പിടിച്ചിരുത്തുന്നതിന് മുമ്പ് ഞാൻ അപ്പനോടൊപ്പം മാവിൻ ചുറ്റും നിൽക്കുക. പല കുട്ടികളും കരയുന്നുണ്ട്, കാരണം അവരാദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. പക്ഷേ ഞാൻ കരഞ്ഞൊന്നുമില്ല, കാരണം ഞാൻ അപ്പനും അമ്മയോടും ഒപ്പം ഞാനും അനിയൻ പീറ്ററും ഞായറാഴ്ചയില്ല പള്ളി വരാറുണ്ട്. അത് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നു. ഞാൻ കുമ്പളങ്ങിയുള്ളപ്പോഴെല്ലാം കുമ്പളങ്ങി പള്ളി, സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ പോയി കുർബാനയിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം പങ്കുചേരുമായിരുന്നു. അന്ന് ഞങ്ങൾ കുട്ടികളെന്ന നിലയിൽ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഞായറാഴ്ചത്തെ കുർബാന, 2ാമത്തെ കുർബാനയ്ക്കാണ് അപ്പനും അമ്മയും ഞാനും അന്യനും, അന്ന് പെങ്ങളും വരുമായിരുന്നു. കുർബാന കഴിഞ്ഞ് അമ്മ ഞങ്ങളുടെ കാര്യസ്ഥൻ അഗസ്റ്റിനുമായിട്ട് ചന്തയിൽ നിന്ന് ഇറച്ചി, അന്ന് എല്ലാ ദിവസവും ഇറച്ചി വാങ്ങിക്കാൻ പറ്റില്ല, ഞായറാഴ്ച ദിവസം ഇറച്ചി വാങ്ങിക്കുള്ളൂ, പോത്തിറച്ചിയോ പശുവിറച്ചിയോ വാങ്ങിക്കും. അപ്പോൾ അമ്മയും അഗസ്റ്റിനും കൂടി ഇറച്ചി വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പനും ഞാനും അനിയനും പെങ്ങളും കൂടി അവിടെ ഒരു ബോസിൻ്റെ കടയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾക്കൊക്കെ പാലും വെള്ളമാണ്, പുട്ടും പപ്പടവും, അതും വലിയ അന്നത്തെ സമയത്ത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പനൊരു സ്ട്രോങ് ചായ കഴിക്കും, എന്നിട്ടാണ് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞായറാഴ്ച ദിവസം ഇങ്ങനെ ഒരു പള്ളിയിൽ കഴിഞ്ഞാൽ ഒരു പാൽച്ചായയും പുട്ടും പപ്പടവും കിട്ടുന്ന വലിയ കാര്യമാണ്. അപ്പം അത് ഞങ്ങൾ ഓർത്തിരിക്കും. അപ്പോൾ അങ്ങനെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ പള്ളിയിൽ പോയുള്ള പരിചയം
ജനങ്ങളുമായി ആളുകളുമായി ബന്ധപ്പെട്ട പരിചയം. പിന്നെ അപ്പൻ്റെ കൂടെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അവർക്ക് ചേട്ടാ ഇങ്ങോട്ട് പോകുന്നു, മക്കളുണ്ടല്ലോ, അങ്ങനെ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പരിചയമുള്ളത് കൊണ്ടാണ് പ്രൈമറി സ്കൂളിൽ ചേർക്കാൻ. ഞാൻ പള്ളിമുറ്റത്ത് തന്നെയാണ് പ്രൈമറി സ്കൂളുള്ളത്. ചെന്നപ്പോൾ പറമ്പിത്ര മാഷാണ് ഞങ്ങളെ ക്ലാസ്സിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ എന്നെയും അപ്പനെയും കണ്ടപ്പോൾ വർക്കിയുടെ മോനാണ്. വർക്കി അപ്പൻ പറമ്പിത്ര മാഷിൻ്റെ വിദ്യാർത്ഥി കൂടിയാണ്. അപ്പന് വന്ന് SSLC വരെ പഠിച്ച ആളാണ്. നന്നായിട്ട് കണക്കൊക്കെ കൂട്ടി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ PDAയിലാണെങ്കിലും അപ്പൻ്റെ ചില സഹപ്രവർത്തകരുടെ അന്ന് റേഷൻ ഷോപ്പുണ്ട്, അവരുടെ കണക്കാണെങ്കിൽ അപ്പനാണ് നോക്കുന്നത്. അപ്പൻ അതിന് കണക്കിൻ്റെ കാര്യത്തിൽ മിടുക്കനായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വർക്കിയുടെ മോനാണല്ലേ, നന്നായിട്ട് പഠിച്ചു പോവാ. അങ്ങനെ ഞാൻ 1ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അന്ന് ഞങ്ങളുടെ ടീച്ചർ ചിറമേൽ എലിസബത്ത് ടീച്ചറാണ്. അവിടെ പഠിപ്പിക്കാനായിട്ട് വന്ന കൊല്ലമാണ്. നന്നായിട്ട് ക്ലാസ് എടുക്കും. അവിടെ നിന്നാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതൊരു വലിയ മാറ്റത്തിൻ്റെ ആരംഭമായിട്ട് ഞാൻ കാണാം. അവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചു. അങ്ങനെ പഠിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില കാഴ്ചപ്പാടുകളുണ്ടായി. ഒന്ന്, അചഞ്ചലമായ ഈശ്വരവിശ്വാസം. ദൈവമാണ് നമ്മളെ നയിക്കുന്നത്, ദൈവം നമ്മെ കാത്തുരക്ഷിച്ചുകൊള്ളും എന്നൊരു വിശ്വാസം എന്നിലുണ്ടാക്കിയത് സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൽ പഠിച്ചതും അതിനോടനുബന്ധിച്ച് സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലെ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നതുമാണ്.